ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മ്യൂളിന്റെ കുട്ടിക്കാലത്ത് അവൻ ജീവിച്ചിരുന്ന റോസം എന്ന പ്ലാനറ്റും മ്യൂളിന്റെ അമ്മയെയും അവരുടെ പുതിയ കുട്ടിയെയും നമ്മുടെ മ്യൂളിനെയും ഒക്കെയാണ് കാണിച്ചു തരുന്നത്. ഫൗണ്ടേഷൻ ഔട്ടർ റീച്ചിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയം റോസം പ്ലാനറ്റ് ഫൗണ്ടേഷന് കീഴിലാണ്. അത്യാവശ്യം റിസോഴ്സസ് ഒക്കെയുള്ള റോസം പ്ലാനറ്റിൽ നിന്ന് ഫൗണ്ടേഷൻ കുറെ റിസോഴ്സസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. പ്ലാനറ്റിന്റെ പൂർണ്ണ കൺട്രോൾ ഫൗണ്ടേഷൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ എന്ത് നിയമവും വെക്കാൻ പറ്റും. അങ്ങനെ കുറേ അധികം നിയമങ്ങൾ ഫൗണ്ടേഷനോട് വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ എംബേഴ്സിന്റെ ഭരണ രീതിയോട് സിമിലർ ആണ്. ജനങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത എന്നാൽ അവരെ നിർബന്ധിച്ച് അനുസരിപ്പിക്കുന്ന ചില നിയമങ്ങളുണ്ടല്ലോ. അതേ കണക്ക് തന്നെ ഫൗണ്ടേഷനും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറേ അധികം നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒന്നാണ് ഒറ്റക്കുട്ടി നിയമം. റിസോഴ്സസിന്റെ ലഭ്യതക്കുറവ് കാരണം ഇവിടെ ഒരു കുടുംബത്തിൽ ഒരു കുട്ടിയെ വളർത്താനുള്ള പെർമിഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിലാണ് ഇവിടെ മ്യൂളിന്റെ കുടുംബത്തിൽ 2 കുട്ടികളുള്ളത്. എപ്പോഴെങ്കിലും ഫൗണ്ടേഷൻ ഇക്കാര്യം കണ്ടുപിടിച്ചാൽ അത് വലിയ പ്രശ്നമാണെന്ന് മ്യൂളിന്റെ അമ്മയ്ക്ക് അറിയാം. ഇതെല്ലാം ആലോചിച്ച് അവരിങ്ങനെ മുന്നോട്ട് നടക്കുകയെ ദേ അസസേഴ്സ് പ്ലാനറ്റിലെത്തി. ഫൗണ്ടേഷൻ ഇന്ന് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ വിലയിരുത്താൻ വരുന്നവരാണ്. അവർ രണ്ടാമത്തെ കുഞ്ഞിനെ കണ്ട പ്രശ്നമല്ലേ. മ്യൂളിന്റെ അമ്മ ഒട്ടും സമയം കളയാതെ കുഞ്ഞിനെ കൊണ്ട് ഓടിച്ചെന്നു. ഇതാണ് മ്യൂളിന്റെ അച്ഛൻ. രണ്ടാളും കൂടെ അസസേഴ്സ് ഇവരുടെ വീട്ടിലെത്തുന്നതിന് മുമ്പ് കുഞ്ഞിനെ വീടിനുള്ളിൽ ഒളിപ്പിക്കുന്നുണ്ട്. ദെൻ അസസേഴ്സ് വന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ പ്രോപ്പറായിട്ട് അളന്നു മുറിച്ച് കൃത്യമായി യൂസ് ചെയ്യണം, അങ്ങനെയായിരിക്കണം, ഇങ്ങനെയായിരിക്കണം, നിയമം പാലിക്കണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് ഇവരവിടെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ കുഞ്ഞ് ശബ്ദം ഉണ്ടാക്കി. ഇവർ നിയമം തെറ്റിച്ചു എന്നുള്ള കാര്യം ഫൗണ്ടേഷന് മനസ്സിലായി. കൊള്ളാമല്ലോ, ഇത് 2 കുട്ടികളൊക്കെ ഉണ്ടല്ലോ. 2 കുട്ടികളെ വെച്ച് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് അടുത്ത മാസത്തേക്ക് 12 യൂണിറ്റ് മാത്രം തരാം. 12 യൂണിറ്റും വെച്ച് 2 കുട്ടികളെ മാനേജ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ട് ആലോചിച്ച് അടുത്ത മാസം ഞങ്ങൾ വീണ്ടും വരുമ്പോൾ ഒരു കുട്ടിയെ ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ എന്നും പറഞ്ഞ് മ്യൂളിന്റെ ആളുകൾക്ക് വേറെ വഴിയില്ലാത്ത അവസ്ഥയിലാക്കി. എന്തെങ്കിലും ചെയ്ത് ഒരു കുഞ്ഞിനെ ഒഴിവാക്കിയേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലാക്കിയിട്ട് ഫൗണ്ടേഷൻ അസോസേഴ്സ് തിരിച്ചുപോയി. ഇപ്പോൾ പ്രസന്റ് ടൈമിൽ പുതിയ ടെർമിനസിൽ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൗണ്ടേഷന്റെ തന്നെ ഷിപ്പുകൾ അവർക്കെതിരെ തന്നെ ആക്രമിച്ച് സർവ്വതും മ്യൂളിന്റെ കൺട്രോളിലായി. ഫൗണ്ടേഷന്റെ പ്രധാനികൾ പോലും മ്യൂളിന്റെ കൺട്രോളിലായി അയാളെ അനുസരിക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു യുദ്ധം ഗാലക്സിയുടെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇതെല്ലാം ഡോൺ എംപയറിന്റെ മിസ്റ്റേക്കാണ്. അദ്ദേഹം എൻക്ലോഷറിന് ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് കൗൺസിലേഴ്സ് എംപേഴ്സിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അവരുടെ ട്രാൻഡറിലെത്തി ഡെസ്ക് എംപയറിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഡോൺ എംപയർ ഡേ പോലും ആയിട്ടില്ല, അദ്ദേഹത്തിന് മുഴുവൻ അധികാരങ്ങളും ഇല്ല. എന്നിട്ടും ആളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ആക്ട് ഉണ്ടായപ്പോൾ, ഒരു ചൈൽഡിഷ് ആക്ട് ഉണ്ടായപ്പോൾ ഡെസ്ക് എംപയർ പോലും ഇടപെട്ടില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. എംപേഴ്സിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ള ഡേ ഇപ്പോൾ എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. മ്യൂൾ ഫൗണ്ടേഷൻ ആക്രമിച്ച് കീഴടക്കിയാൽ അത് എംപേഴ്സിന് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം ഫൗണ്ടേഷൻ പക്കൽ വിസ്പർ ഷിപ്സ് ഉണ്ട്. വിസ്പർ ഷിപ്സ് കിട്ടിയാൽ മ്യൂളിന്റെ ഏത് സമയവും എംപേഴ്സിനെ ആക്രമിക്കാൻ പറ്റും. ഗാലക്സിയിൽ ഏത് കോണിലേക്ക് നിമിഷ നേരം കൊണ്ട് ജമ്പ് ചെയ്യാനും, അതിപ്പോൾ ഇങ്ങോട്ട് ട്രാൻഡറിലേക്കാണെങ്കിൽ പോലും ജമ്പ് ചെയ്ത് വരാനും ഇവിടെ വലിയൊരു ആക്രമണം അഴിച്ചുവിടാനും സാധിക്കും. കൗൺസിലേഴ്സ് ഇങ്ങനെ സീരിയസ് ആയിട്ട് പല കാര്യങ്ങളും പറയുമ്പോൾ നമ്മുടെ ഡെസ്ക് എംപയറിന് പലതരത്തിലുള്ള വിയേർഡ് ആയിട്ടുള്ള വിഷൻസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. വിഷൻസ് ആണോ പുള്ളിക്കാരന് ക്ലിയർ ആവത്താണോ, ഇവിടെ കൊട്ടാരത്തിനകത്തൂടെ ക്യാമലൊക്കെ പോകുന്ന പോലെ ആൾക്ക് വയ്യ, ശരിക്കും വയ്യ. ആളുടെ ക്ലിയോണിക് സൈക്കിൾ അവസാനിക്കാറായി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരിക്കേണ്ട മനുഷ്യനാണ്. ഡാർക്ക്നെസ് ആയി മാറാറായല്ലോ. ആ ഒരു ടൈമിൽ ഇങ്ങനെയുള്ള വിഷൻസ് ഒക്കെ ഉണ്ടായേക്കാം. അത് തൽക്കാലം നിങ്ങൾ ടെർമിനസിലേക്ക് പ്രോപ്സ് അയക്കുക. അവിടെ എന്താ ഏതാ സംഭവിക്കുന്നതെന്ന് എനിക്കറിയണം. പിന്നെ ഇവിടെ ആരുടെ ആനിമൽസിനെ ഒക്കെ കയറ്റിവിട്ടെ, അതും കൂടെ നോക്കിയോ. പാവ മനുഷ്യൻ പ്രായമാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വീടാവും. ക്ലോൺ ആയതുകൊണ്ടാണോ എന്തോ. ഫൗണ്ടേഷൻ ഇത്ര വലിയ വെല്ലുവിളി നേരിടുന്നത് കൊണ്ട് ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അംബാസിഡർ ക്വെന്റിന്റെ അടുത്ത് ചെല്ലുന്ന ഡെസ്ക് എംപയർ പുള്ളിക്കാരിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഗാലക്സിയിലെ 2 പ്രധാനപ്പെട്ട ഫോഴ്സുകളിൽ നിന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഇവർ തമ്മിൽ ആ ഒരു സൗഹൃദ ബന്ധമുണ്ട്. ഒരുപാട് നാളായി അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗാലക്സിയിലെ വലിയ 2 ഫോഴ്സുകളാണ്. 2 വിഭാഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള സ്ട്രോങ് നിയമങ്ങളുണ്ട്. അവരുടെ ബ്യൂറോക്രസി സിസ്റ്റംസ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അറ്റ് ദി എൻഡ് ദേ ആർ ജസ്റ്റ് ഹ്യൂമൻസ്. എല്ലാം കൺമുന്നിൽ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ ഫ്രണ്ടിനെ കാണാനാണ്, നിനക്ക് വേണ്ടിയാണ് എന്ന് ഡെസ്ക് എംപയർ പറയുമ്പോൾ ഇവർക്ക് എന്തെന്നില്ലാത്തൊരു റിലീഫായെന്ന് പറയാം. അങ്ങ് പുതിയ ടെർമിനസിൽ പ്ലാനറ്റിൽ ലാൻഡ് ചെയ്ത നമ്മുടെ മ്യൂളിനെ ഫൗണ്ടേഷൻ മേയർ ഇൻബർ സ്വീകരിച്ചു. ഇൻബർ മാത്രമല്ല, ഇവിടുത്തെ വാർഡൻ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഇപ്പോൾ മ്യൂളിന്റെ കൺട്രോളിലാണ്. മ്യൂളിനെ എതിർക്കാൻ ശ്രമിച്ച സ്വബോധത്തിലായിരുന്ന സോൾജിയറിനെ ഇവർ തന്നെ വകവരുത്തുന്നുണ്ട്. ഹാൻഡ് പ്രിച്ചറാണ് മ്യൂളിന്റെ ഉദ്ദേശം. അവനിലൂടെ ഗെയിലിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കുക. ഇതേസമയം ട്രാൻഡറിൽ ലെവൽ 88 മൈക്കോജനിലെത്തിയ നമ്മുടെ ഡേ എംപയർ സോങ് ബേർഡിനോടും പുള്ളിക്കാരുടെ പാർട്ണർ ഓഷ്യൻ ഗ്ലാസിനോടും താനിവിടെ പ്രശ്നം ഉണ്ടാക്കാനൊന്നും വന്നതല്ല, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു മെമ്മറീസ് ഒന്ന് കണക്ട് ചെയ്ത് നോക്ക്. പ്ലാനറ്റിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ സോങ്ങിന് മനസ്സിലാവും. ഇവരൊക്കെ ദൈവമായി കണക്കാക്കുന്ന ഒരു റോബോട്ട് പ്ലാനറ്റിന്റെ സർഫസിലുണ്ട്. അവളുടെ പേര് ഡെമേഴ്സൽ എന്നാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇദ്ദേഹത്തെ പൂർണ്ണമായി വിശ്വസിക്കാൻ ഇവർ രണ്ടാളും തയ്യാറാവുന്നില്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ക്ലിയോൺ ഫസ്റ്റ് മൈക്കോജനിൽ വന്ന് ഇവരുടെ ഒരുപാട് ആളുകളെ കൊന്നുകളഞ്ഞ് ഇവരെല്ലാം വിശുദ്ധമായി കരുതിയിരുന്ന ടൂൾ സെറ്റൊക്കെ അടിച്ചുകൊണ്ട് പോയതിനു ശേഷം എംബേഴ്സിനോട് ഇവർക്ക് എന്തെന്നില്ലാത്ത വിരോധമാണ്. ഇവിടെ ഇപ്പോൾ ഡേംബർ പറയുന്ന പോലെ ഒരു ദുരുദ്ദേശവും ഇല്ലെങ്കിലും എംബേഴ്സിനെ അങ്ങോട്ട് പൂർണ്ണമായി വിശ്വസിക്കാൻ ഇവർക്ക് തോന്നുന്നില്ല. ഡെമേഴ്സലിന്റെ ടൂൾ ബോക്സിൽ നിന്ന് ഇദ്ദേഹം അടിച്ചു മാറ്റിയിരുന്ന ടൂൾ വരെ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും രക്ഷയില്ല. സോങ് ബേർഡിന്റെ മെമ്മറീസ് കണക്ട് ചെയ്യാൻ ഓഷ്യൻ ഗ്ലാസ് അവളെ സമ്മതിക്കുന്നില്ല. പകരം ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് സൺമാസ്റ്റർ 18 അറിയിക്കാം. ഇത് അദ്ദേഹത്തിന്റെ ഏരിയ ആണല്ലോ, ഇവിടെ ടോട്ടൽ കൺട്രോൾ അദ്ദേഹത്തിനാണല്ലോ. ഇപ്പോഴത്തെ ഇവരുടെ റിലീജിയനിലെ ഇൻഹെറിറ്റൻസിലെ ഒരു പ്രധാനിയാണെന്ന് കൂടി പറയാം. അദ്ദേഹം വന്ന് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് പറയാണ്. അതിനു മുമ്പ് എംപയർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഇവരുടെ ഒരു വഴി പ്രയോഗിക്കുന്നുണ്ട്. സോങ് ബേർഡ് അവളുടെ പഴയ മെമ്മറീസ് റിട്രീവ് ചെയ്തെടുക്കുന്നൊന്നുമല്ല, പകരം എന്തൊക്കെയോ ഡ്രഗ്ഷൽസ് മിക്സ് ചെയ്ത് എംപയറിന് കൊടുക്കും. അതിന്റെ കീഴിൽ അദ്ദേഹത്തിന് സത്യം മാത്രമേ പറയാൻ പറ്റൂ. ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തായാലും ഉള്ള കാര്യം അദ്ദേഹം തുറന്നു പറയും. അറിയാതെ പറഞ്ഞു. കറുപ്പയ്യ സത്യം പറയുന്ന പോലെ ഒരു
ഒരു ടെക്നിക്. സംഭവം ഇവരുടെ യൂസ് ചെയ്യുന്ന പൊടിപടലങ്ങളുടെ എഫക്റ്റ് ഹ്യൂമൻ ബ്രെയിനെ ആ ഒരു രീതിയിൽ സ്വാധീനിക്കും, ഹാലൂസിനേറ്റ് ചെയ്യപ്പെടും. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവർക്കിത് സേക്രഡ് ആണ്. ദൈവം നേരിട്ട് സത്യം പറയിപ്പിക്കുന്ന പോലെ വിശ്വാസമല്ലേ, അപ്പൊ അങ്ങനെയൊക്കെയല്ലേ വരൂ. ഈവൻ ഇവരുടെ ദൈവങ്ങൾ മനുഷ്യനിർമ്മിതമായ റോബോട്ട്സ് ആണ്. അവിടെ തന്നെ ആ ഒരു കൺസെപ്റ്റിനെ പൊളിച്ചെഴുതി. പിന്നെ ഇതിലുള്ള വിശ്വാസത്തിന്റെ ഒക്കെ പ്രാധാന്യം അന്വേഷിച്ച് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ട്രാൻഡർ കൊട്ടാരത്തിൽ നമ്മുടെ ഡെസ്ക് എംപയർ ക്വെന്റിനെ കൂട്ടിക്കൊണ്ടുപോയി പുള്ളിക്കാരി അത്രയും കംഫർട്ടബിൾ ആക്കി ഒന്ന് ഓക്കെ ആക്കി എടുക്കുന്നുണ്ട്. ഡേ എംപയറിന്റെ ഒരു പെറ്റ് ഉണ്ടല്ലോ, ഒരു ക്യാപ്പിലസ്, അതും ഇവരുടെ കൂടെ ഉണ്ട്. എത്ര സ്നേഹത്തിൽ ഡെസ്ക് പെരുമാറുന്നതെന്നറിയോ. ഈ പുള്ളിക്കാരിയോടാണെങ്കിലും ഈ പെറ്റിനോടാണെങ്കിലും ഭയങ്കര സ്നേഹത്തിൽ പെരുമാറുന്നു. ആളുടെ ജീവിതത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. ഇനി ബാക്കിയുള്ള സമയമെങ്കിലും ഇങ്ങനെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാവാം ഈ ഒരു പെറ്റിനെ പോലും ഇവിടെ ഇമ്പീരിയൽ ജീൻ ബാഗിൽ നിന്ന് ക്ലോൺ ചെയ്തെടുത്താണ്. ഇവരും ക്ലോൺ, അതും ക്ലോൺ. തങ്ങളെ പോലെ തന്നെയുള്ളൊരു ക്രീച്ചർ എന്നുള്ളൊരു സ്നേഹമായിരിക്കാം കാണിക്കുന്നത്. മൈക്കോജനിലാവട്ടെ നമ്മുടെ സോങ് ഒക്കെ കൊടുത്ത ആ ഒരു ഡ്രഗ് കഴിച്ചതിന് ശേഷം ഡേ എംപയറിന് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള വിഷൻസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനു മുമ്പ് ട്രാൻഡർ കൊട്ടാരത്തിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളിലൂടെയും ഇദ്ദേഹം പാസ് ചെയ്തു പോകുന്നുണ്ട്. ഇവിടുത്തെ ഫേമസ് മ്യൂറൽ ഓഫ് സോൾസ് ഉണ്ടല്ലോ, അതായത് ട്രാൻഡർ കൊട്ടാരത്തിലെ വോൾ ആർട്ട്, എംബേഴ്സിന്റെ ഇമ്പീരിയൽ സിസ്റ്റത്തിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതിലൂടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഡെമേഴ്സിന്റെ രൂപം ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നതായിട്ടും അതിനൊന്നും വലിയ വില കൊടുക്കാതെ ഇങ്ങനെ ഒരു സിസ്റ്റം തന്നെ റോങ് ആണെന്ന് ചിന്തിക്കുന്ന ഡേയും ഒക്കെ ഇവിടെ കാണാം. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് എല്ലാ അധികാരവും ഒരാളുടെ കയ്യിലാണ്, ഇതൊരു ഭയങ്കര അടിപൊളി സിസ്റ്റമാണ് എന്നൊക്കെ തോന്നുമെങ്കിലും എംബേഴ്സ് ആണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുവന്ന ഡെമേഴ്സിലാണെങ്കിലും ഇവരൊക്കെ ഇതിൽ ട്രാപ്ഡ് ആണ്. ഇവർക്ക് പോലും ഫ്രീഡം ഇല്ല. തന്നിൽ തന്നെ അധികാരം നിക്ഷിപ്തമാണെന്ന് ക്ലിയോൺ ഫസ്റ്റ് തീരുമാനിച്ച് ഈ ഒരു ക്ലോണിംഗ് സിസ്റ്റത്തിന് തുടക്കം കുറിച്ചപ്പോൾ അദ്ദേഹം പോലും വിചാരിച്ചിട്ടുണ്ടാവത്തില്ല താൻ തന്റെ ശരീരത്തോട് തന്നെ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും ഇതെന്ന്. ഇങ്ങനെ ക്ലിയോൺസിനെ ഉണ്ടാക്കി ഈ ഒരു സിസ്റ്റത്തിൽ അവരെ തളച്ചിടുന്നതോടെ അദ്ദേഹത്തെ തന്നെ തളച്ചിടുന്നതിന് തുല്യമാകുമെന്ന്. തങ്ങൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ ട്രാപ്ഡ് ആണെന്നുള്ള ഡേ എംപയറിന്റെ തിരിച്ചറിവാണ് ഡെമേഴ്സലിനെ അദ്ദേഹം ഇത്രയധികം വെറുക്കാൻ കാരണം. ജനറ്റിക് ഡൈനസ്റ്റിയെ കൺട്രോൾ ചെയ്യുന്ന ഓരോ എംപയർമാരുടെ തീരുമാനത്തെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന, ജനനം മുതൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത് സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ സമ്മതിക്കാതെ എംപേഴ്സിന്റെ പല തീരുമാനങ്ങളിലും ഇടപെട്ട് പല തീരുമാനങ്ങളും എടുക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞ് ചിലപ്പോഴൊക്കെ ഫോഴ്സ്ഫുള്ളി പല തീരുമാനങ്ങളും അവരെ എടുപ്പിക്കുന്ന ഡെമേഴ്സിൽ തന്നെയാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. തങ്ങളൊക്കെ വെറും പപ്പറ്റ്സ് മാത്രമാണെന്നുള്ള തിരിച്ചറിവുണ്ട് ഡേ എംപയറിന്. സോങ് ബേർഡ് ഡേ എംപയറിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇദ്ദേഹം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ ചോദിക്കുമ്പോൾ ഇദ്ദേഹം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഇയാൾ പറഞ്ഞ പോലെ ഡെമേഴ്സിൽ എന്നൊരു റോബോട്ട് സർഫസിലുണ്ട്. ആ റോബോട്ട് ഇവരുടെ ദൈവമാണ്. ഇവിടെയുള്ളവർ അതിനെ ദൈവമായിട്ടാണ് കാണുന്നത്. ആ റോബോട്ട് ക്ലിയോണിക് ഡൈനസ്റ്റിയുടെ അടിമയാണ്, അല്ലെങ്കിൽ ക്ലിയോണിക് ഡൈനസ്റ്റിയെ മാത്രം സെർവ് ചെയ്യാൻ വിധിക്കപ്പെട്ടതാണ്. അങ്ങനെയാണ് അതിന്റെ കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും ആ റോബോട്ടിനെ അവിടുന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിലവിൽ അതിന് യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ ആ ഡെമേഴ്സിൽ തന്നെ ഇവരെ കൊന്നുകളയുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ശരിയല്ലേ? കാരണം ഡെമേഴ്സലിന്റെ കോഴ്സ് അങ്ങനെയാണ്. പുള്ളിക്കാരുടെ കോഴ്സ് പ്രകാരം ക്ലിയോൺ ഫസ്റ്റിനോട് അത്ര ലോയൽ ആയിരിക്കണം, ജനറ്റിക് ഡൈനസ്റ്റി സംരക്ഷിച്ചേ പറ്റുള്ളൂ. ഈ ഡെമേഴ്സലിനെ വെറുക്കുന്നതിന് ഇദ്ദേഹത്തിന് കുറേയധികം റീസൺസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡെമേഴ്സൽ ക്ലിയോൺ ഫസ്റ്റിനോട് മാത്രം ലോയലാണ് എന്നുള്ള ഇദ്ദേഹത്തിന്റെ തോന്നൽ. ശരിക്കും ഒന്ന് ആലോചിച്ചാൽ അത് തോന്നലല്ല, മറ്റെന്തിനേക്കാളും ക്ലിയോൺ ഫസ്റ്റിന്റെ ഓർഡറാണ് ഇന്നും ഡെമേഴ്സിൽ പാലിച്ചു പോകുന്നത്. ഇന്ന് വരെ പിന്നിങ്ങോട്ട് വന്നിട്ടുള്ള ഒരൊറ്റ ക്ലിയോണിന് പോലും, ക്ലോൺസിന് പോലും ക്ലിയോൺ ഫസ്റ്റിന്റെ ഓർഡറിന് മേലെ ഒരു ഓർഡർ ഇടാൻ സാധിച്ചിട്ടില്ല. ഈവൻ ആരെങ്കിലും അങ്ങനെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെമേഴ്സിൽ ഏതെങ്കിലും തരത്തിൽ അത് മാറ്റിമറിച്ച് എംപയറിന്റെ തീരുമാനത്തെ സ്വാധീനിക്കും, അല്ലെങ്കിൽ ആ തീരുമാനത്തിന് തടയിടും. ഇദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ ഇദ്ദേഹം ഡോൺ ആയിരുന്ന സമയത്ത് ഡെമേഴ്സിൽ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള കഥകളൊക്കെ ഇദ്ദേഹം ഓർക്കുന്നുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഡെമേഴ്സിൽ മറ്റു പല പൊസിഷൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഇവൾക്ക് വ്യത്യസ്ത പേരുകളുണ്ടായിരുന്നു. ചെറ്റർ, എറ്റോ, ഡനീൽ, ഇവയൊക്കെ പല കാലങ്ങളിലെ ഡെമേഴ്സലിന്റെ പല പേരുകളാണ്. ക്ലിയോണിക് ഡൈനസ്റ്റിയിൽ എത്തിപ്പെടുന്നതിന് മുമ്പ് പല ജോലികൾ ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് ഏതോ ബിൽഡർ ആയിരുന്നു, പിന്നെ സോൾജിയർ ആയിരുന്നു, ജനറലായി, ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ക്ലിയോൺ ഫസ്റ്റ് ഈ പുള്ളിക്കാരിയെ തടവറയിൽ സൂക്ഷിച്ചിരുന്നല്ലോ. റോബോട്ടിക് വാഴ്സിന് ശേഷം ഒരുപാട് നാൾ ഡെമേഴ്സലിനെ അവർ തടവറയിലിട്ടിരുന്നു. ക്ലിയോൺ ഫസ്റ്റിന്റെ ചെറുപ്പം മുതൽ അദ്ദേഹത്തിന് പ്രായമാകുന്നവരെ ഡെമേഴ്സലിനെ തടവറയിലിട്ട് അതിനുശേഷമാണ് ഇവൾക്ക് പുതിയ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് ക്ലോണിംഗ് സിസ്റ്റത്തിലൂടെ പുതിയ ക്ലിയോണിക് ഡൈനസ്റ്റി ഒക്കെ സ്ഥാപിക്കുന്നത്. ഒരിക്കൽ നമ്മുടെ ഇപ്പോഴത്തെ ഡേ എംപയർ ഡോൺ ആയിരുന്ന സമയത്ത് ഡെമേഴ്സലിനോട് ചോദിച്ചിരുന്നു, ഈ ചങ്ങലകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഡെമേഴ്സൽ എന്ത് ചെയ്തേനെയും, എന്ത് ചെയ്യാനാണ് ഇവൾ ആഗ്രഹിക്കുന്നത് എന്ന്. അവളുടെ മറുപടിയോ അവളെ പോലെയുള്ള കൂടുതൽ ക്രീച്ചേഴ്സിനെ, റോബോട്ട്സിനെ ഉണ്ടാക്കിയേനെന്ന്. ഡെമേഴ്സലിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും പുള്ളിക്കാരി ആ ഓപ്ഷൻ ചൂസ് ചെയ്തേനെ. അവൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അവൾ തങ്ങളെ ഇഷ്ടപ്പെടുന്നതെന്നും ഇദ്ദേഹം തിരിച്ചറിഞ്ഞു. ഡെമേഴ്സലിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ഇവരെ ഇഷ്ടപ്പെടില്ലായിരുന്നു, ഇവരെ ഇഷ്ടപ്പെടാൻ നിർബന്ധിതയാവില്ലായിരുന്നു. ഇതേസമയം ട്രാൻഡറിലെ സർഫസിൽ നമ്മുടെ ഡെസ്ക് എംപയർ ക്വെന്റിനെ ഓക്കെ ആക്കി എടുക്കുന്നുണ്ടല്ലോ. പുള്ളിക്കാരി അത്രയും കംഫർട്ടബിൾ ആക്കുന്നുണ്ട്. ആളും ഇദ്ദേഹത്തോട് നന്ദിയൊക്കെ പറഞ്ഞ് കിട്ടിയ ഒരു ചാൻസിൽ ഇദ്ദേഹത്തെ കിസ് ചെയ്തു. ഒന്നും രണ്ടുമല്ല, 30 വർഷം പുള്ളിക്കാരി ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ഇമാജിൻ, ഈ ഒരു സിസ്റ്റത്തിൽ ട്രാപ്ഡ് അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ രണ്ടുപേരുടെയും ലൈഫ് അത്രയും അടിപൊളിയായിരുന്നേനെ. വെൽ, ഡെസ്ക് ഒരു ക്ലോൺ ആണെന്നുള്ള കാര്യം തൽക്കാലം നമുക്കങ്ങ് മാറ്റിവെക്കാം. അദ്ദേഹത്തെ ഒരു മനുഷ്യനായിട്ട് പരിഗണിക്കാം. രണ്ടാളുടെയും ഉത്തരവാദിത്തങ്ങൾ കാരണം ഒന്നാവാൻ പറ്റാതെ പോയ ഈ ബന്ധം, അറ്റ്ലീസ്റ്റ് ഡെസ്ക് മരിക്കുന്നതിന് 3 ദിവസം മുമ്പെങ്കിലും ഇതിങ്ങനെ ഒന്ന് തുറന്നു പറയാൻ പറ്റിയല്ലോ. ഇതേസമയം പുതിയ ടെർമിനസിൽ നമ്മുടെ ഹാൻ പ്രിച്ചറിനെ തേടി സെല്ലിൽ ചെല്ലുന്ന മ്യൂളൊക്കെ കാണുന്നത് പ്രിച്ചറിന് പകരം അവിടെ ബോധം കെട്ടുകിടക്കുന്ന മറ്റൊരാളെയാണ്. മ്യൂൾ ഇവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ പ്രിച്ചർ അദ്ദേഹത്തിന്റെ കൈ കടിച്ചു മുറിച്ചു. അത് കണ്ട് വാതിൽ തുറന്ന ഒരാൾ അകത്തേക്ക് കയറി വന്നപ്പോൾ പ്രിച്ചർ അദ്ദേഹത്തിന്റെ പവേഴ്സ് യൂസ് ചെയ്ത് അവനെ കൺട്രോൾ ചെയ്ത് ആ വലിയ ബഹളമൊക്കെ നടക്കുന്നതിനിടെ ഇവിടുന്ന് രക്ഷപ്പെട്ടു. ഇപ്പം മ്യൂള് തന്നെ തേടി സെല്ലിലുണ്ടെന്ന് മനസ്സിലാക്കി പിന്നാലെ കയറി വന്ന് മ്യൂളിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രിച്ചർ
ഷട്ടർ യൂസ് ചെയ്യാൻ ശ്രമിച്ച ഗണ്ണ് ലോക്ക് ചെയ്യാൻ പോലും മ്യൂളിന് സാധിക്കുന്നുണ്ട്. തന്നെ കൊണ്ട് മ്യൂളിനെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്താൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കി കിട്ടിയ ചാൻസിൽ അവിടെ ഓടി രക്ഷപ്പെടുവാണ് അവൻ. ഇവിടുത്തെ വാർഡനും നമ്മുടെ സെഫോണും ഒക്കെ അവന്റെ പുറകെ പോകുന്നുണ്ടെങ്കിലും അവൻ ഓടി രക്ഷപ്പെട്ടിരുന്നു. സെഫോൺ ഇപ്പം മ്യൂളിന്റെ കൺട്രോളിലാണെങ്കിലും ഹാൻഡ് പ്രിച്ചർ രക്ഷപ്പെടണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം മ്യൂളിനും മനസ്സിലാവുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ബെയ്റ്റയെ കൊണ്ട് ടോർൻ അവരുടെ ഷിപ്പിലെത്തി. ബെയ്റ്റ് ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. എത്രയും വേഗം അവളെ മോക്കിയാക്കി ഇവിടുന്ന് എങ്ങനെയും പുറത്ത് കിടക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇവന്റെ അങ്കിൾ റാൻഡു മാലോ അങ്ങോട്ട് കയറി വരുന്നത്. അങ്കിളല്ലേ, കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങനെ മ്യൂളിന്റെ കൺട്രോളിലായിരുന്നു. ടോറിന് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്ത് ഇവിടുന്ന് പോകാൻ പാടില്ല, മ്യൂള് പറയുന്നത് കേട്ട് ഈ പ്ലാനറ്റിൽ തന്നെ തുടരാൻ പറയാണ്. ടോറൻ സമ്മതിക്കുന്നില്ല. അപ്പോഴേക്കും സോൾജേഴ്സ് കയറി വന്നു. റാൻഡും ടോറനും തമ്മിൽ അടിയായി. ടോറിനെ അടിച്ചു വീഴ്ത്തി സോൾജേഴ്സ് നമ്മുടെ ബെയ്റ്റയെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ബെയ്റ്റയെ പോലും ഇവനെ കൊണ്ട് രക്ഷിക്കാനാവുന്നില്ല. നിസ്സഹായനായി ഒരുമാതിരി അവസ്ഥയിലായ നമ്മുടെ ടോറനാവട്ടെ ഓടിച്ചെന്ന് പോടിനകത്ത് കയറി ഷിപ്പിൽ നിന്ന് പോടി ജെക്ട് ചെയ്ത് എങ്ങോട്ടോ രക്ഷപ്പെട്ടു പോവാണ്. അവനെ തടഞ്ഞു നിർത്താനുള്ള ശ്രമത്തിനിടയിൽ നമ്മുടെ റാൻഡു മാലുവിന് വെടികൊണ്ട് അദ്ദേഹം മരിക്കുന്നുണ്ട്. കട്ട് ചെയ്താൽ ഇവിടെ ട്രാൻഡറിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഡെസ്ക് എംപയർ നേരെ വന്ന് കുറച്ചു മുമ്പ് അദ്ദേഹം കളിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഡേ എംപയറിന്റെ പെറ്റിനെ ചവിട്ടി കൊന്നു കളയുന്നുണ്ട്. ഇയാൾ എന്തോന്ന് ഇങ്ങനെ, അതും ഒരു ക്ലോൺ ആയതുകൊണ്ടാണോ? ഒരു പക്ഷേ ഡേയെ പോലെ ഈ ഒരു ക്ലോണിംഗ് സിസ്റ്റം ഇദ്ദേഹത്തിനും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. ഇഷ്ടപ്പെടുന്നില്ല, അതാണ് സത്യം. ജീവിതം മുഴുവൻ ഒരു സിസ്റ്റത്തിന്റെ കൺട്രോളിൽ ഇതിലിങ്ങനെ ട്രാപ്ഡായി നിരന്തരമായി ജീവിച്ചുകൊണ്ടിരിക്കുക. പല ക്ലോൺസായി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. ഒരു പോയിന്റ്ലെസ് ലൈഫ്, ഒരർത്ഥമില്ലാത്ത ജീവിതം ജീവിച്ച് തീർത്തു എന്നുള്ള അമർഷവും ദേഷ്യവും ഒക്കെ ഇദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമാണ്. സെയിം ടൈം മൈക്കോജിലിൽ നമ്മുടെ ഡേംബെയറിനെ കാണാൻ മൂത്തോൻ വരും. ഇയാളാണ് ഇവർ പറഞ്ഞ സൺ മാസ്റ്റർ 18. പുള്ളിയുടെ കയ്യിൽ ഒരു പ്രത്യേക ദണ്ടൊക്കെ ഉണ്ട്, റോബോട്ട് തലയുള്ള ദണ്ട്. സൺ മാസ്റ്റർ ടെറർ ആണെന്ന് ഫസ്റ്റ് കാഴ്ച തന്നെ എംപയറിന് മനസ്സിലാവുന്നുണ്ട്. എംപയറിന്റെ മുഖം കണ്ടില്ലേ, ആളാകെ പേടിച്ചിട്ടുണ്ട്. ഇത്രയും നാൾ എംപയർ എന്ത് പറഞ്ഞാലും ചെയ്യാൻ ആളുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയപ്പോൾ ഇവരെല്ലാം കൂടി എംപയറിനെ അങ്ങ് വിചാരണ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ട്രാപ്ഡ് ആയിരിക്കുന്ന അവസ്ഥ. ഇനി എന്താകും വിധി, ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ ഒന്നും അറിഞ്ഞൂടാ. വല്ലാത്തൊരു സിറ്റുവേഷനിൽ പെട്ടുപോയി. അങ്ങ് പുതിയ ടെർമിനസിലാവട്ടെ നമ്മുടെ മ്യൂൾ ആകെ ഡിപ്രസ്ഡ് ആണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ മേയർ ഇൻബർ ഇദ്ദേഹത്തെ നിരാശപ്പെടുത്തിയെന്ന്, ഇദ്ദേഹത്തിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് അങ്ങോട്ട് ഉയർന്നില്ല എന്ന്. ഇൻബറിനും അങ്ങ് വിഷമമായി. എന്താണോ മ്യൂള് പറയുന്നത് അത് അതുപോലെ ചെയ്യാൻ ഇദ്ദേഹം തയ്യാറായി നിൽക്കുവാണ്. ഇൻബറിനുള്ളത് എല്ലാം മ്യൂളെന്ന് വരെ പറയുന്നുണ്ട്. മ്യൂളിന്റെ ആവശ്യം നമ്മുടെ സ്കേർലെറ്റ് ഇദ്ദേഹത്തെ അറിയിച്ചു. എന്താ സംഭവം എന്ന് വെച്ചാൽ മേയറിനെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു, അതുകൊണ്ട് അവിടെ വെച്ചിട്ടുള്ള ഒരു ബൗളിൽ തലമുക്കി മേയർ ആത്മഹത്യ ചെയ്തേക്കാൻ. അത്രേ ഉള്ളൂ സാർ, താങ്കൾക്ക് വേണ്ടി ഞാനിത് ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞ് മേയർ ഇൻബർ അദ്ദേഹത്തിന്റെ തല ആ വെള്ളത്തിൽ മുക്കി പിടഞ്ഞ് സന്തോഷത്തോടെ മ്യൂളിന് വേണ്ടി മരിക്കുന്നു. ദെൻ നമ്മുടെ സെഫോണിനോട് ഇവിടുന്ന് ഹാൻ പ്രിച്ചർ രക്ഷപ്പെട്ട സമയത്ത് ഇവളുടെ മുഖത്തൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അവനെ പറ്റി ഇവൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. എന്തുകൊണ്ട് അവൻ പ്ലാനറ്റിൽ നിന്ന് ജമ്പ് ചെയ്ത് പോയില്ല? ഷിപ്പിൽ കയറി പ്ലാനറ്റിൽ നിന്ന് പുറത്തു പോയെങ്കിലും പ്ലാനറ്റിന്റെ ഒരു സൈഡിലേക്കാണ് അവൻ പോയത്. എന്തായിരിക്കും അവന്റെ പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഇവിടുന്ന് അങ്ങ് രക്ഷപ്പെട്ടു പോകുക എന്നുള്ളത് ഹാനിന്റെ നേച്ചർ അല്ല, അവൻ ഉറപ്പായും തിരിച്ചു വരും, എന്തോ വലുതായി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഇവള് പറഞ്ഞു. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടായാൽ നമ്മുടെ മ്യൂളിന്റെ ചെറുപ്പകാലം വീണ്ടും കാണിച്ചു തരുവാണ്. ഫൗണ്ടേഷനിൽ നിന്ന് ആളുകൾ വന്ന് ഇവർക്ക് ഒരു കുട്ടിയെ മാത്രം വളർത്താൻ പറ്റുള്ളൂ, അതിനുള്ള റിസോഴ്സസ് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയല്ലോ. അതുകൊണ്ട് അന്ന് മ്യൂളിന്റെ പേരൻസ് ഒരു കടുത്ത തീരുമാനമെടുത്തു. 2 കുട്ടികളിൽ ഒരാളെ ഒഴിവാക്കുക. അവരൊഴിവാക്കാൻ തീരുമാനിക്കുന്നത് നമ്മുടെ മ്യൂളിനെയും. ബലം പ്രയോഗിച്ച് കൊച്ചു മ്യൂളിനെ വെള്ളത്തിൽ മുക്കി കൊല്ലാനായിരുന്നു അവന്റെ അച്ഛന്റെ ശ്രമം. അന്നാണ് മ്യൂളിന്റെ ശക്തികൾ പ്രോപ്പറായി അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പുറത്തു വരുന്നത്. ഇവന്റെ അച്ഛൻ അവനെ ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടെ മ്യൂളിന്റെ ശക്തികൾ പുറത്തു വന്ന് ഇവന്റെ അച്ഛനെയും അമ്മയും ഇവൻ കൺട്രോളിലാക്കി. ഇതുവരെ തന്റെ അച്ഛനും അമ്മയും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ. എന്നാൽ ഇനി അങ്ങോട്ട് ഇവർ രണ്ടാളും തന്നെ ഇഷ്ടപ്പെടാൻ പോവാണ്. തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട് തന്നോടുള്ള സ്നേഹം കാരണം അവർ മരിക്കാൻ പോവാണെന്ന് പറഞ്ഞു. പൂർണ്ണമായും മ്യൂളിന്റെ കൺട്രോളിലായിരുന്ന അവന്റെ അച്ഛനും അമ്മയും ആ വെള്ളത്തിൽ മുങ്ങി അങ്ങനെ മരിക്കുവാണ്. മ്യൂൾ അവരെ കൊന്നുകളഞ്ഞു. ദെൻ ആ കൈക്കുഞ്ഞിനെ അതേ പ്ലാനറ്റിലുള്ള മറ്റു കുറച്ച് ആളുകളുടെ അടുത്തെത്തുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് അവിടുന്ന് പുറത്തുപോയി. പിന്നീട് ഒരു പൈററ്റ് ഗ്രൂപ്പിന്റെ ഭാഗമായെന്നും കുറേയൊക്കെ പ്രശ്നങ്ങളെ അതിജീവിച്ച് അങ്ങനെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഇപ്പോൾ ഈ അവസ്ഥയിലായി എന്നുള്ളതാണ് മ്യൂളിന്റെ കഥ. ഈ കാര്യങ്ങളൊക്കെ ന്യൂ ടെർമിനസിലെ വോൾട്ടിന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഹാരി സെൽഡൻ കേൾക്കാൻ വേണ്ടി. മ്യൂൾ പ്രതീക്ഷിച്ച പോലെ സെൽഡൻ വോൾട്ടിൽ നിന്ന് പുറത്തു വന്നു. വെൽ, അതൊരു രസകരമായ കഥയായിരുന്നു. അതിൽ എത്ര ശതമാനം സത്യം ഉണ്ടെന്നാണ് അറിയേണ്ടത്. ഓ ഹാരി സെൽഡൻ, സത്യം നിങ്ങളുടെ വാതിൽക്കൽ വന്ന് നിൽക്കുമല്ലേ എന്നും ചോദിച്ച് ഹാരിയെ നോക്കി മ്യൂളിന്റെ ഒരു ചിരിയുണ്ട്.